സത്യത്തിൽ കോൺഗ്രസ് പെട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. AICC ആസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടമുണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു. മുമ്പെങ്ങും ഉണ്ടാകാത്ത തരത്തിലുള്ള ആവേശത്തിലായിരുന്നു AICC ആസ്ഥാനം. പക്ഷേ അമളി പറ്റിയത് വല്ലാത്ത ഒരു അമളിയായിപ്പോയി. വന്ദേ മാതരത്തിനെതിരെ ലോക്സഭയിൽ പോലും വലിയ വിമർശനം ഉയർത്തിയവരാണ് കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി തന്നെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. അവർ എതിർക്കുക തന്നെ ചെയ്തു. ഇതിനകത്തെ അവസാന ഭാഗത്ത് വരുന്ന ചില വരികളിൽ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കപ്പെടുന്ന തരത്തിലുള്ള ചില വർഗീയമായ ചിന്തകളുണ്ട് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിപ്പോയി. ഒരിക്കൽ പോലും പാടില്ലാത്തത് സംഭവിച്ചു എന്നാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. വന്ദേ മാതരത്തിനെതിരെ അല്ല അവിടുത്തെ പ്രശ്നം. ചില വരികൾ പാടണ്ട എന്ന് പറഞ്ഞിട്ടും അത് പാടാനിടയായ സാഹചര്യം എന്തെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അന്വേഷിക്കുന്നത്. പുറത്തുനിന്നെത്തിയ ഗായക സംഘമാണ് വന്ദേ മാതരം ആലപിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വിലക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വരികൾ കേട്ടപ്പോഴേക്കും വല്ലാതെ ഞെട്ടിയത് AICC അധ്യക്ഷനും സോണിയാഗാന്ധിയുമായിരുന്നു. ഇവർ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു നിർത്താൻ. സ്റ്റോപ്പ് എന്ന് വരെ പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. പക്ഷേ അതിനെയെല്ലാം നേരെ തിരിച്ചു പറയുകയാണ് അവരുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ജയറാം രമേശ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. കസേര കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആ സോണിയാഗാന്ധി കൈനീട്ടി വിളിച്ചതെന്ന് വരെ പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ്സിന് വല്ലാത്തൊരു അമളി തന്നെയാണ് പറ്റിയത്. നിലവിലെ സാഹചര്യത്തിൽ വന്ദേ മാതരം ആലപിക്കണം എന്ന നിർദ്ദേശം എല്ലായിടത്തും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നാൽ ചില വരികൾ ഒഴിവാക്കിയേ ചൊല്ലുകയുള്ളൂ എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ പറഞ്ഞത്. പക്ഷേ കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലി. കേരളത്തിൽ വന്ദേ മാതരം ആലപിച്ചതേയില്ല. അതാണ് രസം, അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് 15 കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും ഇവിടെ സ്വാതന്ത്ര്യദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പക്ഷേ അമളി പറ്റിയത് അല്ലെങ്കിൽ പ്രശ്നമുണ്ടായത് അങ്ങ് AICC ആസ്ഥാനത്താണ്. പലതരത്തിൽ പല രീതിയിൽ ഈ പ്രശ്നങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് AICC നേതാക്കൾ. ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോൾ തന്നെ നേതാക്കന്മാരുടെ മുഖത്തുണ്ടായ ഭാവമാറ്റങ്ങൾ കാണാമായിരുന്നു. ഒരു പക്ഷേ വന്ദേ മാതരത്തിൻ്റെ ചില ഭാഗങ്ങളോടുള്ള വിയോജിപ്പ്, ആ വിയോജിപ്പ് കാരണം കൊണ്ടായിരിക്കാം ആ വരികൾ വേണ്ട എന്ന് പറയുന്നത്. അതിനും ചില വിവരണങ്ങളും ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങളുമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് വന്ദേ മാതരത്തിൻ്റെ 2 ചരണങ്ങളാണ് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ വേദികളിൽ ആലപിക്കാറുള്ളത്. അത് ആലപിക്കുന്ന പതിവും ഉണ്ട്. മറ്റൊരു നേതാവ് പറയുന്നത് വന്ദേ മാതരം ആലപിച്ചു, അതിൽ തെറ്റില്ല എന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നു. അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നു. പക്ഷേ 1937 വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനമനുസരിച്ച് 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇവിടെ BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ കൃത്യമായൊരു തീരുമാനമെടുത്തു. ഇനി എല്ലാ പ്രധാന ചടങ്ങുകളിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിനും ഒപ്പം തന്നെ സ്വാതന്ത്ര്യദിനത്തിനുമൊക്കെ അങ്ങനെ വരുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ വന്ദേ മാതരം പൂർണ്ണതോതിൽ പാടണമെന്ന്. അതാണ് വലിയ തരത്തിലുള്ള വിമർശനത്തിന് വഴിവെച്ചത്. ആ വിമർശനം എല്ലാവരും ലോക്സഭയിലും കണ്ടതുമാണ്. പക്ഷേ കോൺഗ്രസ്സിന് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ചില സൂക്ഷ്മതക്കുറവാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. എന്ത് സൂക്ഷ്മതക്കുറവായാലും ശരി തന്നെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് വലിയ തരത്തിൽ മുന്നേറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ
ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJPക്കെതിരെ ശക്തമായ പടയോട്ടം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ സഖ്യത്തെ വീണ്ടും ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അതിനിടയിലാണ് എന്ത് വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്നത് അതുതന്നെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുവാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഇതുതന്നെയാവും ചർച്ച. എന്തായാലും BJP വെറുതെ ഇരിക്കാൻ സാധ്യതയില്ല. ഈ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുക തന്നെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തായാലും കോൺഗ്രസിനകത്ത് ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു തെറ്റുതിരുത്തലായി കാണും. അങ്ങനെ തെറ്റുതിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ അടുത്ത നടപടിക്രമങ്ങൾ, ഇത്തരത്തിൽ ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് സംഭവിച്ചത് എന്നുള്ളത് അത് കണ്ടെത്താനുള്ള തീവ്ര ശ്രമം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ.